ഹായ് നമ്മുടെ ചാനലിൽ അപ്പം നമ്മുടെ അടുത്തൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങൾ ഇന്ന് രാവിലെ അമ്പലത്തിലേക്ക് പോകട്ടാ. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് അല്ലേ ചേട്ടാ? ലൈഫില് ഒരു സ്പെഷ്യൽ ഡേ ആണ്. എന്താന്ന് സ്പെഷ്യൽ ഡേ? കുട്ടി അറിഞ്ഞിട്ടില്ലേ സ്പെഷ്യൽ ഡേ എന്താന്ന്? നമുക്ക് വീട്ടിൽ തൊട്ടടുത്തൊരു പുതിയ വീട്ടുകാരോട് വരും കേട്ടോ. അപ്പം അവരുടെ വീട്ടിലെ പാല് കാച്ചലാണ്. അതൊരു സ്പെഷ്യൽ ആണെങ്കിലും നമ്മുടെ ലൈഫിൽ വേറെ സ്പെഷ്യൽ ഡേ ആണ്. വേറെ ഒന്നല്ല, അത് പൊന്നു പറയും അല്ലേ? പൊന്നിൻ്റെ ചാനലിൽ പൊന്നു പറയും. ലൈഫിലെ ഏറ്റവും വലിയ സ്വപ്നം നമ്മുടെ വീട്. അപ്പം അതിൻ്റെ ഒരു അല്ലേ എന്താ പറയുക, ഞങ്ങളുടെ പാല് കാച്ചൽ കഴിഞ്ഞു അല്ലേ? ഇനി നമ്മുടെ പൊന്നു ചേച്ചിയുടെ വീണ്ടും പാല് കാച്ചലൊക്കെ ഉണ്ടാവും അല്ലേ? അങ്ങനെ നമ്മൾ ആദ്യം അമ്പലത്തിലേക്ക് കണ്ടിട്ട് പോകണം. അതിനേട്ടൻ്റെ ഒക്കെ കാര്യങ്ങൾ പെട്ടെന്നായിരിക്കും അതിനേട്ടൻ്റെ തീരുമാനങ്ങൾ. രാവിലെ അതിന് ശേഷം കുളിച്ചോ അമ്പലത്തിൽ പോ പിന്നെ ചെടാ പടാ സെക്യൂരിറ്റിയോട് നിൽക്കല് അതേപോലെ നേരെ പോയി അപ്പൊ ഞങ്ങള് അമ്പലത്തിലൊക്കെ പോയിട്ട് വരാം. ഞാൻ പൊന്നിന്റെ സാരി എടുത്തത് ഭംഗിയുടെ സാരി അതിനെ കണ്ടിട്ടൊന്നും മനുഷ്യൻ്റെ കാണുന്നതൊക്കെ കാണും. നിങ്ങൾ എന്നെ ഒളിച്ചു വെച്ചിട്ടായാലും ഞാൻ കാണും. ശരിക്കും ഭംഗിണ്ടായിരുന്നു. മാല ഉണ്ടാ സ്പെഷ്യൽ കടലിൽ അവിടേക്ക് പോയപ്പോലെ ഇന്നലെ മീൻ മേടിക്കാൻ ചാവക്കാട് പോയത്. അപ്പൊ ഞാനും പോയിട്ട് ഇറങ്ങാറില്ലേ മണല് പൂവും ഉണ്ണിയൊക്കെ കഴിക്കുക പൂവും ചെരുപ്പൂന്ന്. ഇപ്പൊ വേണ്ട, നമുക്ക് അമ്പലത്തിൽ ചെയ്തോളാകുമ്പോ ചെരുപ്പിന്റെ ആവശ്യമില്ലല്ലോ. കാശ് അടിച്ചു. ഇത് 400 ഉണ്ട് കേട്ടാ. പൂവരുത് വഴിയിൽ പൂവരുത് കേട്ടാ. ഇത് 50 ഉണ്ട് കേട്ടാ. 50 രൂപയുടെ ടിക്കറ്റ് പറഞ്ഞോളൂ കേട്ടാ. എന്താ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ തൊഴിലൊക്കെ കഴിഞ്ഞു. തൊഴാൻ പറ്റുന്ന വെച്ചിട്ടാട്ടോ. എന്താ വെച്ചാൽ പറഞ്ഞില്ലേ, പെട്ടെന്ന് എടുക്കുന്ന തീരുമാനങ്ങൾ കാരണം നമ്മൾ നേരത്തെ ഒന്നല്ല, കുറച്ച് വൈകിട്ടൊക്കെയാണ് വന്നത്. അറിയണില്ല, അല്ലെങ്കിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ പറയണ നമ്മൾ നേരത്തെ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാന്ന് വെക്കാം. പക്ഷെ ഇതൊന്നുമില്ല. എനിക്ക് വരും പറഞ്ഞത് നമുക്ക് അമ്പലത്തിൽ പോവാം. ഇതാ ഞാൻ വിചാരിച്ചു എനിക്ക് ശേഷം നമുക്ക് അപ്പുറത്തുള്ള പാല് കാച്ചലിന് പോകണ്ടേ. അപ്പം അതാവും പ്രത്യേകിച്ച് അവിടെ നിന്ന് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല കേട്ടോ. പാല് കാച്ചലിന് അവർ ജസ്റ്റ് ഒന്ന് പാല് കാച്ചൽ ഇപ്പം നിൽക്കണമെന്നുള്ള. പിന്നെ കുറ്റിശ്ശിയൊക്കെ പിന്നെയാണ്. അപ്പം ഇന്നലെ രാത്രി ഞങ്ങൾ പുറത്ത് പോയി വരുമ്പോഴാണ് ഞങ്ങളോട് വന്ന് പറയണത് തന്നെ. നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടേക്ക് പോകണം. അപ്പം അത് പോവാനായിരിക്കും ഇങ്ങനെ ധൃതി ചിക്കൻ അയച്ചു. പക്ഷെ അമ്പലത്തിൽ പോയിട്ട് നമുക്ക് അങ്ങോട്ട് പോവാന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ ഞങ്ങളത് അമ്പലത്തേക്കുള്ള വരവാണ്. പക്ഷെ ഞാനിങ്ങനെ ഒരു മാല ഒരുപാട് ഇതിൽ കണ്ടിട്ട് മേടിച്ചതാട്ടോ. ഇന്ന് പക്ഷെ ഈ മാല ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ. ഭയങ്കര നമ്മളിങ്ങനെ കണക്കുമ്പോൾ നല്ല രസമുണ്ടല്ലോ. മാലാണ് എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. ക്യൂട്ടാണ്, നല്ല ഭംഗിയൊക്കെ. പക്ഷെ കാണാൻ ഭംഗിയുള്ളൂ, യൂസിങ്ങിന് സുഖമല്ല. എന്താ വെച്ചാൽ ഇതിൻ്റെ ചെറിയ കമ്പികളാകുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമ്മുടെ ദേഹത്ത് നല്ല മാതിരി കുത്തുന്നുണ്ട്. നല്ല മാതിരി ബാക്കിലും ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്ക്രാച്ച് വരാൻ നല്ല സാധ്യതയുള്ള മാല കേട്ടോ. അപ്പം ഇത് നമ്മൾ കുറേ ഓൺലൈനിൽ ഇങ്ങനെയൊക്കെ വിൽക്കണതാണ്. അതിങ്ങനെ നോക്കും, ഗോൾഡൻ കളർ കണ്ടാ, ഇങ്ങനെ ഗോൾഡൻ്റെ ഒരു കമ്പി വരും. അത് ഭയങ്കരമായിട്ട് ബാക്കിലും ഇവിടെയൊക്കെ കുത്തുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് മേടിച്ചത്. സിമ്പിളായിട്ട് ഇങ്ങനെ അമ്പലത്തേക്കൊക്കെ പോകുമ്പോൾ ഇടാം. വലിയ റേറ്റ് ഒന്നും ചിലപ്പോൾ ഞാൻ കണ്ടപ്പോൾ മേടിച്ചത്. പക്ഷേ യൂസിങ്ങിന് സുഖമില്ല, തീരെ സുഖമില്ല. ഭയങ്കരമായിട്ട് കുത്തും. നമുക്ക് എവിടെ വിട്ടു പോകാനുള്ള ഒരു നിങ്ങൾ ഓരോ നമ്മൾ സ്ഥിരം ചായ കുടിക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടോ. നമ്മൾ ഈ വഴി പോകണമെങ്കിൽ എൻ്റെ അവിടുത്തെ ചായ കുടിച്ചിട്ടെങ്കിൽ എന്തോ ഒരു വിഷമം പോലെ. ഒരു ഇത്തവിട്ട് ചായയും അവിടെ ഒരു ചുട്ട പത്തിരി അത് കഴിച്ചാൽ എൻ്റെ ഏട്ടൻ ഹാപ്പി. അതിനായിട്ട് മേടിക്കാൻ പോയിട്ട് ഇവിടെ കുട്ടിപ്പെട്ടാണ് ബാക്കിൽ നിന്ന് ബഹളം ഉണ്ടാക്കണ കേട്ടോ. അപ്പോൾ
ചായ കുടിച്ചിട്ട് വേണം വില്ലേജിൽ പോകണം, സൊസൈറ്റി പോകണം. ജീവിതത്തിൽ എന്ത് ചെയ്യണാവോ എല്ലാം രസം കഴിഞ്ഞ് സമാധാനത്തിലിരിക്കുന്ന ഒരു നിമിഷം എളുപ്പമല്ല അല്ലേ? അതേപോലെ ലൈഫില് ഇന്നത്തെ ഒരു ദിവസത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ അതാലോചിക്കുമ്പോൾ നമ്മൾ സ്വയം കരഞ്ഞു പോണ ഒരു ദിവസമായിട്ട് ഇന്ന് ഞങ്ങളുടെ ലൈഫില് ഏറ്റവും സന്തോഷമുള്ള ഒരു നിമിഷങ്ങളിലെ കൂടെ കടന്നു പോകേണ്ട നിമിഷം ആവേണ്ടതായിരുന്നു. കുണിക്കുണ്ടാക്കിയപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ട് ഇന്നത്തെ ഒരു ദിവസം എന്താ വെച്ചാൽ പലരും കമൻറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു കമൻറ്റ് ഞാൻ എടുത്ത് പറയാം. മോളെ കല്യാണം കഴിച്ചു കൊടുക്കണ്ടേ ഈ തള്ളടയിൽ പൂത്ത കാശാന്ന്. ശരിയാ, മഴക്കാലമൊക്കെ അല്ലേ വരാൻ പോകണം. അപ്പം ഞാൻ കുറച്ചെടുത്ത് ഉണക്കാട്ടുണ്ട്. ആ പൂപ്പിലൊക്കെ ഒന്ന് പോയി കിട്ടാനോ, വേറെ ഒന്നല്ല. നിങ്ങളിത് എന്ത് കണ്ടിട്ടാണ് ഈ പറയണതെന്ന് എനിക്ക് അറിയണില്ല. ഒരാൾ ചായ കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. നമ്മളേക്കും അതിനായിട്ട് ചായ കൊണ്ടുവന്നു കുടിച്ചു. പിന്നെ ഇപ്പോൾ വില്ലേജിൽ വന്നിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. വില്ലേജിലായ സാറിൻ്റെ അച്ഛൻ മരിച്ചാലും നമുക്ക് കുറേ ദിവസം ഇപ്പോൾ ഇതിൻ്റെ പിന്നാലെയാണ് കേട്ടോ. അപ്പോൾ വേറൊരു മേഡം വന്നിട്ട് സ്ഥലം നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കടലാസ് ഒപ്പിട്ട് കിട്ടണം. കുറച്ച് ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ് അങ്ങനെ എന്തോ ഒരു കാര്യത്തിലാണ് കേട്ടായിരിക്കുന്നത്. അങ്ങനെ നമുക്ക് എന്താ പറയുക പറയാൻ വന്ന കാര്യം. അപ്പോൾ എന്നോട് പലരും പറയും നിങ്ങൾക്ക് കാശ് ലാഭം. അതൊക്കെ പലരുടെയും ചിന്താഗതികളല്ലേ. എത്ര അമ്മമാരും അച്ഛന്മാർ കൂലിപ്പണി എടുത്തിട്ട് ഇല്ലാത്ത കാശ് ഉണ്ടാക്കിയിട്ട് മക്കളെ കല്യാണം കഴിച്ചോളെന്നാന്ന് പറയും. ആ ഒരു ദിവസം കാണാൻ എല്ലാ അച്ഛനും അമ്മമാരും ആഗ്രഹിച്ചിരിക്കുന്ന ഒരു ദിവസം മക്കളുടെ കല്യാണമായാലും മക്കളെ എന്തൊരു നല്ല കാര്യമായാലും കാണാൻ കാത്തിരിക്കുന്ന ഒരു തന്നെയാണ് അച്ഛൻ അമ്മ. അപ്പം അതിൽ എത്ര ആൾക്കാർ ഇപ്പോൾ 2-3 ആൾക്കാരെന്ന് പറയണത് ഇങ്ങനെ നിങ്ങൾക്ക് മോള് ഇപ്പോൾ സുഖമായില്ലേ പൂത്ത പണല്ലേ മോൾ 2 പെൺകുട്ടിയോട്. അതൊക്കെ നിങ്ങളുടെ വേറൊരു ചിന്താഗതികളാണ്. നിങ്ങളുടെ അച്ഛനാണോ അമ്മയാണോ ഈ എഴുതുന്നത്, അല്ലെങ്കിൽ നിങ്ങളത് ആവാത്തവരാണോ എന്നൊന്നും അറിയില്ല. ഒന്നാമത് നമ്മുടെ കാര്യങ്ങളും ഒന്നും കഴിഞ്ഞിട്ടല്ല നമ്മൾ ഈ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യണമെന്ന് പറയുന്ന അവസ്ഥ. നമ്മുടെ ലൈഫിൽ ഇനി എന്ത് വരും, നമ്മുടെ മക്കളങ്ങനെ പോലെ നമ്മുടെ ലൈഫിൽ എന്ത് വരുന്ന പോലും നമ്മൾ ചിന്തിക്കണില്ല അല്ലേ പറയുമ്പോൾ. അപ്പം ചിന്തിക്കണമുണ്ട്. അവിടെ ചില പെണ്ണുങ്ങളുടെ ഭർത്താവിനെ കൊന്നിട്ട് പോണവരുണ്ട്, മക്കളെ കൊന്നിട്ട് പോണവരുണ്ട്. ജീവിക്കുന്നതിന് ഒരു സുഖത്തിന് വേണ്ടിയിട്ട് കാര്യം. അപ്പം എല്ലാവരും ഒരേ കാറ്റഗറിയിൽ നമുക്ക് ഇടാൻ പറ്റില്ലല്ലോ. അപ്പം എൻ്റെ ലൈഫിൽ ഞങ്ങൾ സ്വപ്നം കണ്ട ഒരു ദിവസമാണ് മെയ് 3 നാളത്തെ ഒരു ദിവസമാണ് ഞങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സന്തോഷം. ഞാൻ നേട്ടില്ലാത്തൊന്നും നേരത്തെ ഈ വീഡിയോ എടുക്കണം. എന്തിനാ നമ്മുടെ മനസ്സിലെ ഈ ഒരുക്കും കാര്യങ്ങളാണ്. എന്തിനാണ് അതിൻ്റെ ആയിട്ട് കൂടി ഇങ്ങനെ ഒരുക്കി ഉണ്ടാക്കണല്ലേ കാണുമ്പോൾ. അപ്പോൾ തന്നെ ഒരു ക്വസ്റ്റ്യൻസർ ഇട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ല. എൻ്റെ ഇടയിൽ വയ്യ, അങ്ങനെ ഹോസ്പിറ്റലിൽ പോകണമെന്ന് കുറച്ച് കാരണമായി ഞാൻ വീഡിയോ ഇടാൻ പറ്റിയില്ല. അപ്പോൾ അതിൽ എഴുതുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ മോളെ പറ്റി പറയണത് കേൾക്കണതൊക്കെ ഇഷ്ടമല്ലേ, നിങ്ങൾ അങ്ങനെ കുട്ടിയുടെ പേര് പറയാൻ പാടില്ല വീഡിയോയിൽ. അത് എൻ്റെ ഭർത്താവ് പോലും എന്നോട് ഒരിക്കലും നീ നിൻ്റെ മോളെ പേര് പറയരുത്, നീ നിൻ്റെ മോളെ സ്നേഹിക്കരുത്, നീ നിൻ്റെ മോളെ കാണാൻ ആഗ്രഹിക്കരുത് പോലെ എൻ്റെ ഭർത്താവ് പോലും എന്നോട് പറഞ്ഞിട്ടില്ല. അത് ഈ ലോകത്ത് പറയാൻ ആർക്കും അവകാശമില്ല. ഈ ലോകത്ത് ഒരാൾക്കും അവകാശമില്ല. ഒരാൾക്കും ആർക്കും പറയാനുള്ള അവകാശമില്ല. ടെൻഷൻ കൂടുക അല്ല, ആർക്കും പറയാനുള്ള അവകാശമില്ല. എന്താ വെച്ചാൽ ഞാൻ പ്രസവിച്ച മക്കളാവാണ്ടിരിക്കില്ലല്ലോ. 4 ആളെ ഞാൻ പ്രസവിച്ചിട്ടുണ്ട്. ആ 4 ആളും എന്തൊക്കെ ചെയ്താലും എങ്ങനെയൊക്കെ പോയാലും അവരെൻ്റെ മക്കളാവാണ്ടിരിക്കും. എൻ്റെ മക്കൾ തന്നെയാണ്. ആ പേരൻസിന് എത്ര ആൾക്കാർക്ക് വേണമെന്ന് അനാഥാലയത്തിൽ കൊണ്ടുവിടുന്നു, അവിടെ ഇവിടെ കൊണ്ടുവിടുന്നു മക്കൾ ഇല്ലേ. അത് വെച്ചിട്ട് ആ അനാഥാലയത്തിൽ കിടക്കുന്ന വൃദ്ധസദനത്തിൽ ഇഷ്ടം പോലെ അച്ഛനമ്മമാർ കിടക്കുന്നുണ്ട്. മക്കൾക്ക് വേണമെന്ന് കൊണ്ടിട്ടോ. അവരുടെ മനസ്സിന് ആ മക്കളോട് സ്നേഹമില്ല എന്ന് പറയാൻ പറ്റും നിങ്ങൾക്ക് ഇല്ലല്ലോ. അവരുടെ മനസ്സിലുണ്ട് ആ മക്കളോട് സ്നേഹവും ഒരിക്കൽ കാണാനുള്ള ആഗ്രഹവും എവിടെയെങ്കിലും കാണാൻ വേണ്ടിയിട്ട് ആ കണ്ണ്. ഞാൻ ഇന്നും ഒരു ദിവസം വീഡിയോ കണ്ട് ചാനലിലെ കൂടെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന 2-3 അമ്മമാരുടെ ഒരു ഇത് വൃദ്ധസദനത്തിലെ ഒരു പക്ഷെ മക്കളേനെ ആയിരിക്കും കാത്തിരിക്കുന്നത്. ആ ഒരു ഇതെല്ലാം അവരൊക്കെ മക്കൾ എന്തൊക്കെ ചെയ്താലും അമ്മ അച്ഛൻ എന്ന് പറയുന്നത് ഞാൻ അങ്ങനെയാണ്. എനിക്കൊരിക്കലും ഞാനങ്ങനെ മക്കളെ സ്നേഹിക്കാത്തൊരമ്മയല്ല മക്കളെ. അപ്പോൾ വില്ലേജ് ഓഫീസിലാണ് നമ്മൾ
വീഡിയോ കാണുന്നവരും അതിൻ്റെ മുഴുവൻ വർത്തമാനം പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളെ അച്ഛനും അമ്മമാരെന്ന് പറഞ്ഞാൽ എപ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നവരും ഞാൻ അങ്ങനെയാണ്. ഞാൻ അവരെ സ്നേഹിച്ചിട്ടുണ്ട്, നോക്കിയിട്ടുണ്ട്. അതില്ലാന്ന് ആരൊക്കെ പറഞ്ഞാലും എനിക്കറിയാമല്ലോ ഞാൻ അവരെ എത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ട്, എത്രത്തോളം നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതാർക്കും പറയാൻ അധികാരമില്ല. അപ്പോൾ ഞാനും ഇന്നലെ ഇപ്പം ഞങ്ങളൊരു യാത്ര, അതായത് മാതാവിൻ്റെ അടുത്ത് പോകുമ്പോൾ ഞാൻ ആ യാത്രയിൽ പറഞ്ഞു. ഇന്നലെ ശരിക്കും പുടവ കൊടുക്കലിൻ്റെ ദിവസമായിരുന്നു. ഹെൽത്തിയൊക്കെ വെച്ചിട്ടുള്ള ഒരു ഡേറ്റ് ആയിരുന്നു. മണ്ഡപം നമ്മൾ 1-ാം തീയതിക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെ യാത്രയിൽ നമ്മളത് ഭയങ്കരമായിട്ട് പിന്നെ ഞാൻ ഇപ്പോൾ അമ്പലത്തിൽ പോയി വരുമ്പോൾ ഞാൻ പറഞ്ഞു ഇതൊന്നും ഉണ്ടായില്ലെങ്കിൽ കല്യാണത്തിൻ്റെ തലേ ദിവസമല്ലേ എന്ന് നമ്മൾ എത്ര തിരക്കിലും സന്തോഷത്തിലും ഒക്കെ ഇരിക്കേണ്ട ഒരാൾക്കാരാണ്. ഇതിപ്പോൾ യോഗ ആയിരിക്കും, ഓരോരുത്തർക്കും ഓരോ യോഗ ഉണ്ടാവുമല്ലോ. നമ്മുടെ സങ്കടം എന്തായാലും ഒരിക്കലും നമ്മളെ വിട്ടു പോവില്ല. അല്ലെങ്കിൽ കൂടുതൽ വിഷമേ ആൾക്കാർ ഈ പറഞ്ഞേ കാണുമ്പോൾ നിങ്ങൾക്ക് സുഖമായില്ലേ, നിങ്ങളെ മോള് ഒളിച്ചോടി പോയി മോളെ കെട്ടിക്കാൻ വെച്ച കാശോണ്ടാണ്, മോളെ കെട്ടിക്കാൻ വെച്ച കാശോണ്ടൊന്നല്ല ഞങ്ങൾ വീട് പണിത്. ഇങ്ങനത്തെ ഇത്രയും വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ അടുക്കള പൊളിച്ച് പണിയണം, അടുക്കള റെഡിയാക്കണം എന്നുണ്ടായിരുന്നു. അത് കല്യാണത്തിന് മുന്നേ നമ്മൾ ചെയ്യാൻ വേണ്ടി ഒരാളോട് ചോദിച്ച് വെച്ചിട്ടുള്ളതായിരുന്നു. അവർ വന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് അത് ഞാൻ ഒരുപാട് വീഡിയോയിലേ പറഞ്ഞു. അപ്പം ചെയ്തു വന്നപ്പോൾ നമ്മൾ എല്ലാ കാര്യവും ചെയ്ത് വെച്ചതാണ്. എന്ന് വെച്ചാൽ ഇനി നമ്മൾ അടുത്ത 2 കുഞ്ഞു മക്കളുണ്ട്. അപ്പം ഇനി അവരെ സേഫ്റ്റി നമ്മൾ നോക്കണം, ഇനി അവരെ നോക്കി വളർത്തണം. അപ്പോൾ അവർ ജീവിച്ചതിൻ്റെ വീട് എപ്പോഴും നന്നായിരിക്കണം. അതെ ഞാൻ അങ്ങനെയാണ്. ഇപ്പോൾ പൊന്നു ഇപ്പോൾ വീടിൻ്റെ പ്ലാനും കാര്യങ്ങളും പൊന്നു സത്യം പറഞ്ഞൊരു വലിയൊരു വീട് വയ്ക്കാനുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ വരച്ചതായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അവരോട് പറഞ്ഞു നമ്മളൊരു മനുഷ്യായുസ് നമ്മൾ കഷ്ടപ്പെട്ട് പണിയെടുത്തത് ഒക്കെ വീടും ഇങ്ങനെ കൊണ്ടുവയ്ക്കണം. പിന്നെ കുറേ ലോൺ എടുത്ത് ആ മനസ്സമാധാനം ഉണ്ട്, കുറേ ലോൺ അടച്ച് എന്തിനാ അങ്ങനെ ഒരു വീട് നമുക്ക് താമസിക്കുക ഒരു വീട് അല്ലേ. അതെന്തെങ്കിലും സ്പെഷ്യൽ നല്ല ഭംഗി സ്പെഷ്യലായിട്ട് എല്ലാ സൗകര്യങ്ങളും കാണുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജിയിൽ നല്ലൊരു വീട് അതാ വേണ്ടോ. ഞാൻ പറഞ്ഞു നല്ല കുഞ്ഞൊരു ഹാളും ഡൈനിങ് ഹാള്, നല്ലൊരു മാസ്റ്റർ ബെഡ്റൂം, പിന്നെ താഴത്തൊരു കുഞ്ഞ് ബെഡ്റൂം, കാലത്തുമ്പോൾ വലുതാണ് ആൾക്കാർക്ക് ഒരു കുഞ്ഞ് ബെഡ്റൂം താഴത്ത്, പിന്നെ ഒരു മുകളിൽ ഒരു ബെഡ്റൂമോ അത് ആവശ്യമുള്ളൂ അല്ലേ. വെറുതെ നമ്മൾ അങ്ങനെ പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായതുകൊണ്ടാണ് തോന്നുന്നു അവരും ശരി നമുക്ക് അങ്ങനെ ഒരു ചെറുതെന്നല്ല അവർക്ക് താമസിക്കാൻ പറ്റും നല്ലൊരു വീടിൻ്റെ ഒരു പ്ലാനും കാരണം വരയ്ക്കാമെന്നൊരു തീരുമാനത്തിലെത്തി. ഇപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ദിവസമാണ് കിട്ടുന്നത്. അപ്പം അത് കാണാൻ വേണ്ടി പോകാനുള്ള വെയിറ്റിങ്ങിലാണ് ഞാൻ. ആ വീട് ഭയങ്കര ഒരു സന്തോഷത്തിലാട്ടോ നമ്മളത് അതിൻ്റെ ഒരു വീടിൻ്റെ പ്ലാനിങ് ആണ് ഭയങ്കര സന്തോഷം. അതൊക്കെ സെറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് കുന്നോളത്തിലാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ നമ്മൾ പറഞ്ഞ് എവിടെ പോയാലും ഇതെല്ലാം അവസ്ഥാനം ഇപ്പം അവിടെ ഇപ്പം വില്ലേജ് ഓഫീസിൽ പൊന്നാണ് വിളിച്ചോണ്ടിരിക്കുന്നത് അമ്മ വരാറായി ഞാൻ എന്ത് ചെയ്യും. 2 ആളെ ഇടയിൽ കിടന്ന് ഞാനവിടെ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു വീടെന്ന് പറയുന്നത് ലൈഫ് ലോങ് നമുക്ക് വേണം. അതൊരു ജീവിതകാലം മുഴുവൻ നമ്മൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച് മൊത്തം വീടും കൊണ്ട് ചിലവാക്കേണ്ട കാര്യമില്ല. നമുക്ക് താമസിക്കാൻ നല്ല പോസിറ്റീവായിട്ടുള്ള നല്ല ഒരു വീട്. അപ്പം എന്തായാലും നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുപോലെ ആയിരിക്കും നമ്മുടെ വീടിൻ്റെ പ്ലാനിങ് കാര്യങ്ങളും. ഭയങ്കര വിശ്വാസമുണ്ട് നമുക്ക്. ഒന്നും അതിൽ തിരുത്തണ കാര്യങ്ങളൊന്നും അധികം ഉണ്ടാവില്ല. മുഖത്തേക്ക് ഇവിടെ ചൂടെടുക്കണ്ട. അപ്പോൾ ഒരു സന്തോഷം നമ്മുടെ ഒരു വേനലൊരു വർഷം തന്നെയല്ല, ഒരു ദുഃഖത്തിനപ്പുറത്തൊരു സന്തോഷം. അങ്ങനെ ലൈഫല്ലേ എങ്ങനെയൊക്കെ ഇത് മുന്നോട്ട് പോകണ്ടേ. ഇരുന്നിരുന്ന് എന്നിട്ട് എണിച്ചിട്ട് പിന്നെ ശരിയാൽ മതി. എത്ര ദിവസമായി ഇതിൻ്റെ പിന്നാലെ ഇങ്ങനെ കെട്ടി തിരിച്ചിലായിട്ട് നടക്കണം വെച്ചിട്ടാണ്. എന്തായാലും പിന്നെ എന്താ വെച്ചാൽ ഇങ്ങനെ സ്ഥലത്തൊക്കെ വരുമ്പോൾ നമ്മളെ ഇഷ്ടപ്പെട്ട് നമ്മളുടെ അടുത്തേക്ക് ആൾക്കാർ മാത്രം വലിയൊരു സന്തോഷമാണ്. നമ്മളെ കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് ഒരു നാട്ടുകാരെല്ലാം കണ്ടിട്ടില്ല വീണ്ടും വന്നിരിക്കണമല്ലോ. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോകണം. ബുക്ക് ചെയ്തിട്ടുണ്ട്, അതിന് പറ്റിയിട്ടില്ല. എന്നിട്ട് എന്തായെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിലേക്ക് പോകണം, അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ കാര്യം നേരെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടുത്തെ കാര്യമൊന്നും ഡോക്ടറെ വിളിച്ച് പറഞ്ഞിട്ട് കുറച്ച് വൈകൂട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ 5:30 വരെ ഉണ്ട്, അങ്ങനെ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ വയറ് കണ്ടോ, ഒരു ചായയും ഒരു ചുട്ട പത്തിരിയാണ് വയറിങ്ങനെ വന്ന് വീർക്കുക.
എന്താന്ന് പറയുക, വയറ് സ്തംഭിക്കുക, വയറ് നമുക്ക് അവിടെ ചായ ഒരു 10 കഴിച്ച, പക്ഷെ ഇവിടെ വേറെ ഫുഡ് ഇങ്ങനെ തേട്ടി നിൽക്കുന്ന പോലത്തെ ഒരു ഫീല്, ഭയങ്കര ബുദ്ധിമുട്ട്. എന്തായാലും ഡോക്ടറെ കാണിക്കാന്ന് വെച്ചാൽ നമുക്ക് വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. എന്തൊക്കെയാണ് ലൈഫിൽ വരിക, എന്തൊക്കെ. എനിക്ക് കൂടുതൽ പേടി അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ ആയിരുന്നു, ഒരു ടെൻഷൻ ഇല്ലാണ്ട് എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം അതിൻ്റെ ഒരു ടെൻഷൻ ഇല്ലാന്നില്ല, ടെൻഷൻ കാണുന്നില്ല. ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം, വേറെ ആളൊന്നും വഴിയൊക്കെ അങ്ങനെയൊക്കെ ഓട്ടോ വിളിച്ചിട്ടായാലും ഫ്ലൈറ്റ് വിളിച്ചിട്ടായാലും നമ്മുടെ അടുത്തേക്ക് എത്തില്ല അല്ലേ. ഇപ്പോൾ സ്കൂളൊക്കെ 1 മാസം കൂടെ ഉള്ളു അല്ലേ. യൂണിഫോം മേടിക്കണം, ബാഗ് മേടിച്ചണം. അങ്ങനെ ഞങ്ങള് ഉച്ചക്ക് സൊസൈറ്റി വില്ലേജ് ഇതൊക്കെ കഴിഞ്ഞ് വീടെത്തുമ്പോൾ എത്ര മണി? 4 മണിക്ക് അത് നമ്മൾ അപ്പുറത്തെ ഒരു പാല് കാച്ചിട്ട് ക്ഷണിച്ചിട്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അവിടേക്ക് പോകണ്ടേ. അവരിന്ന് പരിപാടി ഒന്നും ഇല്ല, തൊട്ട വീടല്ലേ, ചില 1-2 വീട് മാത്രം. പിന്നെ പൊന്നൂനോട് പറഞ്ഞിട്ടുണ്ടായിട്ടോ. അപ്പോൾ നല്ല സൊസൈറ്റിയൊക്കെ പോയി. അതിൻ്റെ ഇടയിൽ പൊന്നൂൻ്റെ ലൈഫിൽ പ്രധാനപ്പെട്ട ഒരു ദിവസമാണല്ലോ, അപ്പോൾ അത് അവർ പറയും. അപ്പോൾ അതിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി പോയി, അതും കണ്ട് ഇഷ്ടപ്പെട്ടു, അതൊക്കെ ഇഷ്ടപ്പെട്ടു. അതൊക്കെ കഴിഞ്ഞ് വീടെത്തുമ്പോൾ പൊന്നു ഷെബിയും പിന്നെ പകുതിക്ക് എത്തിയപ്പോൾ കുളിക്കനെ അവിടെ ആക്കിയിട്ടാണ്. പിന്നെ ഞങ്ങൾ പോയി, പിന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് വരുമ്പോൾ 4 മണി. അത് കഴിഞ്ഞ് വന്നു, അപ്പുറത്തേട്ട് പാലാച്ചൻ്റെ അവിടേക്ക് ഒന്ന് പോയി വന്ന് ഫുഡ് കഴിച്ച് പാലാച്ചൻ്റെ അടുത്ത് പായസമൊക്കെ കുടിച്ചു. ഞാൻ ഒരു വായ കുടിച്ചോട്ടെ, എന്താ വെച്ചാൽ നമുക്ക് ഡയറ്റിങ് എല്ലാം പേടിമഴയല്ലേ. അപ്പോൾ അന്ന് പിന്നെ പായസം കുടിച്ച് കൂടെ അന്ന് ഫുഡൊക്കെ കഴിച്ച് ഒരു ചപ്പാത്തി കഴിച്ചതാണ്. 2 ചപ്പാത്തി കഴിച്ചു. പിന്നെ ഒരു ചപ്പാത്തി ഒരു ഫുഡ് കഴിഞ്ഞെങ്കിൽ വയറ് ഇതാവുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡോക്ടറെ ഒന്ന് ജസ്റ്റ് കാണിച്ചു. ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ പോയി ഡോക്ടറെ കാണിക്കാൻ പോയി, ഡോക്ടറെ കാണിച്ചു. അത് കഴിഞ്ഞു വീട്ടിൽ വന്നു, അടിച്ചുടച്ചു, പണികളൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ കയറ്റി ദൈവത്തിനെ വിളിച്ചു, മാതാവിനെ വിളിച്ചു. അത് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇരിപ്പാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും കുറച്ച് നേരമൊക്കെ ബിസി. ഇന്ന് ഫുള്ള് ഞാൻ പറയാം ഒരു ടെൻഷൻ പിടിച്ചിരിക്കുന്ന ഒരു ദിവസമാണ്. ഒന്നും ചെയ്യാനോ, മിണ്ടുമ്പോഴേക്ക് കരച്ചിൽ വരിക, പെട്ടെന്ന് കണ്ണ് നിറയണ സാരിന് വന്ന് മിണ്ടുമ്പോഴേക്ക് കരച്ചിൽ വരിക. ഇതിപ്പോൾ 1-2 ആൾക്കാരുടെ വില്ലേജ് എനിക്ക് പെട്ടെന്ന് കണ്ണിന് വെള്ളം വരികയായിരുന്നു. എന്താ പറയുക, മനസ്സിലിങ്ങനെ ഓരോ കാര്യം ആലോചിച്ചിരിക്കുകയായിരുന്നു. ഇല്ലെന്ന് മണ്ടത്തെ വരെ ഇന്നലെ കഴിഞ്ഞിരുന്നു. മഴ പെയ്യുന്നു, മഴയുടെ ശബ്ദം. അപ്പോൾ ഇന്നില്ല, 1-ാം തീയതി ഇന്നലെ ആയിരുന്നു തലേദിവസത്തെ പരിപാടിയൊക്കെ. ഇന്നത്തെ കഴിഞ്ഞ് ഇന്ന് റെസ്റ്റ് എടുത്തിട്ട് നാളത്തെ കല്യാണം അതായിരുന്നു ഞങ്ങളുടെ. എന്നാലും ഇന്ന് ആ കല്യാണത്തിന് തലേദിവസമുള്ള ഒരുപാട് കാര്യങ്ങളും ഒക്കെ എന്താ പറയുക. ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ എല്ലാവർക്കും ആ ഒരു നിരാശ നല്ല മധുരം ഉണ്ടായിരുന്നത്. അതിപ്പോൾ എത്ര പറഞ്ഞാലും ചിലപ്പോൾ എല്ലാവർക്കും അറിഞ്ഞൊന്നുമില്ല. ആ അവസ്ഥയിൽ നമ്മൾ ഈ ഒരു ദിവസം, നാളത്തെ ഒരു ദിവസത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള തയ്യാറെടുപ്പും കുറച്ച് കഷ്ടപ്പാടുകളൊക്കെ ചെയ്തും ഇരുന്നവരായിരുന്നു എല്ലാം. അത് അവനവൻ്റെ ലൈഫിൽ വരുമ്പോഴല്ലേ ലാഭമാണോ നഷ്ടമാണോ എന്ന് ചിന്തിക്കുക. പിന്നെ ചിലപ്പോൾ അങ്ങനെ ചിന്തിക്കണമല്ലോ അല്ലേ, ഭർത്താവിനെ ഒന്നും മക്കളെ വന്നിട്ടും നല്ല ജീവിതത്തിലേക്ക് പോകണം. മഴ പെയ്യേണ്ട ശബ്ദം ഉണ്ടാവട്ടെ, ജീവിതത്തിലേക്ക് പോകണമെന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. പക്ഷെ ആ ഒരു രംഗത്തിൽ പെട്ടവരാണോ നമ്മൾ? അപ്പോൾ പല തരത്തിലുണ്ടാവും. അപ്പോൾ അങ്ങനെ മക്കൾ പോയി ലാഭം കാണുന്ന ആൾക്കാരുണ്ട്, ചിലപ്പോൾ അങ്ങനത്തെ ഉള്ളവരാവും നമുക്ക് കമ്പനി ചെയ്യുന്നത്. അപ്പോൾ അതൊന്നും നമ്മൾ കുറ്റം പറയില്ല. പക്ഷെ നമ്മൾ ചിന്തിക്കുക, നമ്മളെ പോലെ ആയിരിക്കണമെന്നില്ല മറ്റൊരാൾ, നമ്മളെ മറ്റൊരാളിൽ കാണരുത്. പലരും പലതരം ആൾക്കാരാണ്. ഇങ്ങോട്ട് മാറിയിട്ട് വേറെ നല്ല മഴയുടെ ശബ്ദം ഭയങ്കരമായിട്ട് അവിടേക്ക് കേൾക്കണോണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് മാറിയിട്ടാ. പാത്തി വെച്ചിട്ടില്ല, പാത്തി വെച്ചിട്ടുണ്ട്. വെള്ളം താഴേക്ക് ഇടാനുള്ള പൈപ്പ് വെച്ചിട്ടില്ല. അപ്പൊ അതിന്റെ ഒരു ശബ്ദം കാര്യങ്ങളാണ്. നമ്മള് ഇന്ന് കുറച്ച് എടുക്കാൻ പറ്റുന്ന വെച്ചാൽ കുറച്ച് വീട് നമ്മൾ അങ്ങനെ എടുത്തിട്ട് എടുക്കുന്നുണ്ടല്ലോ. ഞാനെന്ത് പറയണമെന്നല്ലാണ്ട് നമുക്ക് നമ്മളുടേതായ കാര്യങ്ങളാണല്ലോ.
ക്വസ്റ്റ്യൻ ആൻസർ വായിച്ചോളൂ. ഇതിൽ ഞാൻ ഒരുപാട് നെഗറ്റീവ് കമന്റ് കണ്ടു. ഞാനും ഒരമ്മയാണ്. എത്ര നന്നായി വളർത്തിയാലും മക്കൾ തെറ്റ് ചെയ്താൽ പേരൻസിന്റെ പിടിയിലേക്ക് വെക്കും. നാട്ടുകാർ നന്നായി നോക്കുന്ന മക്കളെ സ്നേഹിക്കുന്ന ഒരമ്മയെ എനിക്ക് ഇവരിൽ കാണാൻ സാധിക്കുന്നുണ്ട്. മക്കൾ അത്രത്തോളം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അത് അവരുടെ തെറ്റാണ്, ആ അമ്മയുടെ അല്ല. എനിക്കൊരു ചോദ്യം ചോദിക്കാനില്ല, പക്ഷെ ഒന്ന് പറയാനുണ്ട്. എപ്പോഴും ഹാപ്പി ആയിരിക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ പറഞ്ഞേ ഇങ്ങനെയാണ്, ഇങ്ങനെ മനസ്സിലാക്കണ ഒരാളും മതി നമുക്ക് ലൈഫിൽ. അതാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയ വിജയം. അല്ലേ? അതല്ലേ ഏറ്റവും 1000 ആള് കുറ്റപ്പെടുത്തിയാലും ഈ ഇങ്ങനെ ഒരു വാക്ക് നമ്മളെ മനസ്സിലാക്കണവരാണ്. അതാണ് ഏറ്റവും വലുത്. നമ്മളെ മനസ്സിലാക്കുന്ന ഒരാൾക്കാരാണ്. സത്യസന്ധമായിട്ട് മനസ്സിലാക്കിയത്. അല്ലാണ്ട് നമ്മളെ നന്നാക്കിയിട്ട് നമ്മളെ ഉൾക്കൊള്ളിക്കണം എന്ന് നമ്മൾ തീർത്തും പറയണില്ല. നമ്മളെന്താന്നുള്ളത് മനസ്സിലാക്കി പറഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. ഒത്തിരി താങ്ക്സ്. നമ്മൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയൊരു താങ്ക്സ്. എന്താ വെച്ചാൽ അരമണിക്കൂറത്തെ ഒരു വീഡിയോ ആണോട് നമ്മളെന്താണ്, നമ്മൾ ആരാണെന്ന് അറിയാണ്ട് ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് പറയുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് സ്വയം ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ, നമ്മൾ നല്ലൊരു ഭാര്യയാണ്, നല്ലൊരു അമ്മയാണെന്ന്. അതാണ് ഏറ്റവും വലിയൊരു വിജയം എന്നാണതിലെ ആ ഒരു ആത്മവിശ്വാസം. പിന്നെ ഒരു കാര്യം പറയാം, അരമണിക്കൂർ അങ്ങനത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ബാക്കി പ്രവർത്തി നമ്മളെല്ലാം നന്നായി കാണിക്കാന്നല്ല, നമ്മൾ നല്ലത് ചീത്തയൊക്കെ നിങ്ങളെന്റെ മുന്നിൽ വരാറുണ്ട്. നിങ്ങൾ തല്ലുകൂടാറുണ്ട്, ഉണ്ടാവാറുണ്ട്. വഴക്ക് കാണിക്കാറില്ല. വേറെ ഒന്നല്ല, വഴക്ക് കാണിച്ചാൽ ഞാൻ വീഡിയോ എടുത്താൽ ഞങ്ങൾ രണ്ടാളും മോദ ചൂവില്ല, അതുകൊണ്ടാണ് കാണിക്കാറ്. നിങ്ങൾ നല്ല പിണക്കം. പിന്നെ ഈ വഴക്ക് ഉണ്ടാക്കിയിരിക്കുമ്പോൾ വേറൊരാളുണ്ടെങ്കിൽ അവർക്ക് ഇതിലെ അച്ഛനും അമ്മ പിണങ്ങിക്കാൻ വീഡിയോ എടുക്കുമ്പോൾ വേറെ ആരുണ്ട് ഞങ്ങൾ പിണക്കം വീഡിയോ എടുക്കുക. അതുകൊണ്ടാണ്. അല്ലാണ്ട് ഇപ്പൊ ഒന്നും ഭാര്യ ഭർത്താവ് പിണങ്ങി ഞങ്ങളുടെ പിണക്കം എന്ന് പറയാൻ പുറത്ത് പറയാൻ പറ്റാത്ത പിണക്കുകളോ കാര്യങ്ങളോ. പിന്നെ വീഡിയോ എടുക്കാത്ത നേരത്ത് മക്കളെ തല്ലിയിട്ട് നടക്കുക, അല്ലെങ്കിൽ അവരെ ശാസിക്കുക, അതൊന്നും നമ്മൾ ചെയ്യുന്നില്ല. ക്ഷമയുടെ നെല്ലിപ്പലിയെ വിടുമ്പോ ചീത്ത പറയും. എനിക്ക് കുഞ്ഞൊരു കൊട്ടു വേറെ ഒന്നുമില്ല കേട്ടോ. കുഞ്ഞനും ചെക്കനും അവരുടെ ഇഷ്ടത്തിന് തിരിച്ചു വന്നാൽ മാത്രമേ സ്വീകരിക്കൂ. അല്ലാതെ നിങ്ങൾ ഫോൺ ചെയ്ത് ലോകിയും കൂടി വിളിച്ചു വരുത്തുകയോ അങ്ങോട്ട് പോവുകയോ ചെയ്യരുത് ചേച്ചി. അങ്ങനെ ചെയ്താൽ നിങ്ങൾ അച്ഛനും അമ്മയും എന്ന പേര് വെറും പുറംപോക്കായി തീരും. ഇപ്പോൾ തന്നെ പകുതി ആയല്ലോ. വളർത്തി വലുതാക്കി മക്കൾ നല്ല പണി തന്നിട്ടല്ലേ പോയത്. ഇനിയും മക്കളുടെയും മരുമക്കളുടെയും മുന്നിൽ വിഡ്ഢിയാവരുത്. അവളുടെ മനസ്സിൽ വാശിയും ദേഷ്യവും എല്ലാം പോയി അമ്മയെ കാണണം, അച്ഛനെ കാണണം, കൂടപ്പുറപ്പുകൾ വേണം എന്നൊക്കെ തോന്നി തുടങ്ങട്ടെ. എത്ര വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും അപ്പോൾ വരുമ്പോൾ സ്വീകരിക്കുക. ഇറക്കി വിട്ടതല്ലല്ലോ, ഇറങ്ങിപ്പോയതല്ലേ. തീർച്ചയായിട്ടും അത് നമുക്കറിയാം. ഇറങ്ങിപ്പോയേക്കാളുപരി ഞങ്ങളോട് ലാസ്റ്റ് പറഞ്ഞൊരു വാക്ക്, അതാണ് ഞങ്ങളുടെ മനസ്സിൽ ഏറ്റവും വലിയ മുറിവും വേദനയും. അത് ഞങ്ങളാരുമല്ല. ഈ അച്ഛനും അമ്മയും ആരുമായിട്ട് ഈ ഉടുപ്പെന്ന് ഇതൊക്കെ ആകതായില്ലോ. അപ്പോൾ ആ ഒരു വാക്ക് ഞങ്ങളുടെ മനസ്സിൽ നിന്ന്, ആ ഒരു വേദന ഒരിക്കലും പോവില്ല. പിന്നെ പലരും ഞങ്ങളോട് ചോദിച്ച ചോദ്യമുണ്ട്, പൊന്നും കുഞ്ഞിനും രണ്ടാളും ഒളിച്ചു പോയത്. അപ്പോൾ രണ്ടാൾക്കും രണ്ട് വിധിയാണെന്ന്. അപ്പോൾ സംഭവം രണ്ട് തരാണ്. ഒളിച്ചോടിയതൊക്കെ ഒന്നാണെങ്കിലും പക്ഷെ അതിന് വന്ന സംഭവങ്ങൾ രണ്ടാണ്. അപ്പോൾ അതിനൊക്കെ ചുറ്റി നമുക്ക് ഇങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ. അപ്പോൾ ഒരിക്കലും അച്ഛനും അമ്മേനും കാണുന്ന ആഗ്രഹം തോന്നുന്നു എനിക്കതിനെ തോന്നണില്ല. എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഇഷ്ടമില്ലാണ്ട് പോയതല്ലേ, പിന്നെ ഇപ്പം എങ്ങനെ കാണാൻ തോന്നുക അല്ലേ. അപ്പം അതൊന്നും പിന്നെ വളർത്തു ദോഷമാവും. ചിലപ്പോൾ നമ്മൾ നന്നായി സ്നേഹിച്ചുല്ലോ, അതാണല്ലോ വളർത്തു ദോഷം എന്ന് പറയുന്നത്. എല്ലാം അതിൻ്റെ വിധിക്ക് വിട്ടുകൊടുത്തു, അതാണ് ഞങ്ങൾ പറയാനുള്ളത്. അമ്മയുടെ ഹെൽത്ത് ഇഷ്യൂസ് എന്താണെന്ന് പറയാമോ? വെയിറ്റ് കുറയ്ക്കുന്നത് നിർത്തണ്ട കേട്ടോ. ഹെൽത്ത് അല്ലേ നമുക്ക് വലുത്. നമ്മൾ നിർത്തിയിട്ടില്ല ഹെൽത്ത് ഒക്കെ. ഇപ്പം ഇത്ര നാളും നമുക്ക് കറക്റ്റ് നോക്കാൻ പോയാലും വാരി വലിച്ചിട്ടുള്ള ഫുഡ് അടിയോ കാര്യങ്ങളോ ഓൾറെഡി വാരി വലിച്ചിട്ടുള്ള ഫുഡ് അടിയോ കാര്യങ്ങളോ നമ്മുടെ ലൈഫിലില്ല. പിന്നെ പപ്പടം കഴിച്ചായിരുന്നു, മീൻ വറുത്ത് കഴിച്ചായിരുന്നു ഇഷ്ടം. അപ്പം അതൊക്കെ പരമാവധി ഒഴിവാക്കി പൂതിക്ക് അങ്ങനെ എപ്പോഴും തുണ്ടെടുത്ത് കഴിക്കാന്നല്ലാണ്ടൊന്നും ഇപ്പൊ തീരെ കഴിക്കാണ്ടും, അതായത് അസുഖങ്ങള് ബുദ്ധിമുട്ടുകൾ. ഹെൽത്ത് ഇഷ്യൂസ് എന്താന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരെണ്ണല്ല എൻ്റെ ശരീരത്തിലുള്ള ഒരെണ്ണല്ല എൻ്റെ ശരീരത്തിലുള്ള അസുഖങ്ങൾ. ഒരുപാട് അസുഖങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒരുപാട്
ഇതിൻ്റെ ഇടയിലാണ് ഞാൻ ഇപ്പോഴും ഈ നിമിഷവും ജീവിച്ചോളൂ. എന്താണ് ഓരോ ദിവസം എന്തിൻ്റെ ഗുളികയൊക്കെയാണ് ഈ മേടിച്ചേക്കുന്നത് ദൈവത്തിന് പോലും അറിയില്ല. എങ്ങനെയാണ് ഈ ശരീരം ഓരോ ദിവസം മുന്നോട്ട് കൊണ്ടുനടക്കുന്നത് എനിക്കറിയില്ല. ഈ കാണുന്ന ചന്ത പ്രിയൂർ മാങ്ങയുടെ അവസ്ഥ പറഞ്ഞ ദിവസം പ്രിയൂർ മാങ്ങ കാണും എന്ത് ഭംഗിയാ പുറത്തുള്ള സുന്ദരിയെ തന്നെയുള്ള ശരീരത്തിൻ്റെ ഒരു വേദന ഇല്ലാത്ത ഒരു പക്ഷേ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്കങ്ങനെ ഇരിക്കാൻ പറ്റാത്തതെന്നാണ് അന്വേട്ടനെ എൻ്റെ മക്കളെ ആലോചിച്ചിട്ട് ഞാൻ ഇരിക്കാത്തതും പിടിക്കാത്തതും ഓരോ ദിവസം വീഡിയോ എടുത്ത് മുന്നോട്ട് പോണതും ഒരുപാട് അസുഖങ്ങളും ഒരുപാട് വേദനകളും ഒരുപാട് എന്താ വെച്ചാൽ ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 3-4 കൊല്ലമായിട്ട് ഈ അലർജിയുടെ മെഡിസിൻ കഴിക്കുന്നത് ദിവസം, അതായത് ശരീരം വെറുതെ ചൊറിയുക എന്നാൽ തടിച്ച് പൊന്ത് അങ്ങനെ ഒന്നുമില്ല. അത് 4 വർഷമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക. ഡോക്ടറെ പരമാവധി ഏറ്റവും നല്ല ഡോക്ടറാണ് തൃശ്ശൂർ ജില്ലയിൽ ഇപ്പോൾ നമ്മുടെ അറിവിൽ. ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടോളൂ കേട്ടോ, അല്ലെങ്കിൽ ഒന്ന് മാറ്റി കാണിക്കണമെന്നുണ്ട്. ഇതിപ്പോൾ ആ ഒരു ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുകയുണ്ട്, ദിവസം കഴിക്കണം. കഴിച്ചില്ലെങ്കിൽ ഉണർവില്ല, അതാണ് സത്യം. ഇതൊക്കെ നിങ്ങൾ കാണുമ്പോൾ കാഴ്ചയിലൊന്നും എനിക്ക് ഒരു കുഴപ്പമില്ല അല്ലേ, അതാണ്. എന്നാലും പരമാവധി പറ്റണ പോലെ വീട്ടിലെ പണികളും കാര്യങ്ങളും ഒക്കെ എടുത്ത് മുന്നോട്ട് ഇങ്ങനെ പോകുന്നുണ്ട് ചെറിച്ച പൈസകൾ കൂടിയിട്ട്. ഇന്നലെ ഗൾഫിലേക്ക് പറഞ്ഞാക്കിയൊന്നും പറയണ്ട്, എങ്ങനെ ഇപ്പൊ സാധിക്കും ഈ പണികള് മുക്കാ ഭാഗം ഞാനെടുക്കണേ. അച്ഛനോടാണ് കേട്ടോ എൻ്റെ ചോദ്യം. അമ്മയെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നപ്പോൾ ആ സമയത്ത് അമ്മയുടെ സ്വഭാവവിശേഷങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. കുട്ടിയായിരുന്നു അമ്മ. അയ്യോ കഷ്ടപ്പാടായിരുന്നു മക്കളെ, സത്യം. ഒരു 15 വയസ്സുള്ള ആളും ഞാനൊരു 28, എനിക്ക് 28 വയസ്സുണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ പറയണ 30, അല്ല എനിക്ക് 15 വയസ്സിന്റെ വ്യത്യാസം എന്നൊക്കെ ഉണ്ടി പറയുന്നുണ്ട്. അന്നൊക്കെ കല്യാണം കഴിയുമ്പോൾ 13 വയസ്സിന്റെ വ്യത്യാസമായിരുന്നു. നല്ല കഷ്ടപ്പാടായിരുന്നു. എന്താ വെച്ചെങ്കിൽ അത് ഒരു ഏജിന്റെ വ്യത്യാസം ഉണ്ടാവുമല്ലോ. അതായത് ഇവിടെ ഒരു കുട്ടിപ്രായം, ഞാനൊരു പക്വത എത്തിയ ഒരാള്. പക്ഷെ സ്വഭാവം ചിന്തിക്കും ഒരു 15 വയസ്സ് കൗമാരം അപ്പൊ പലതും ചിന്തിക്കാം. അങ്ങനെ ചിന്തയായിരിക്കും ഞാൻ വിട്ടുകൊടുക്കണില്ല. ഒരു തെറ്റും ഈ നിമിഷം വരെ ചെയ്തിട്ടില്ല. അത് എനിക്ക് 100-ല് ഞാൻ ഉണ്ണി ഏത് കണലിൽ ചാടാനും തയ്യാറാണ്. ഞാൻ ആ സത്യം വെളിപ്പെടുത്താൻ ഞാൻ ഏത് കണലിൽ ചാടാനും തയ്യാറാണ്. അതൊറ്റ വിശ്വാസം. വാശി എന്ന് പറഞ്ഞു നല്ല വാശി. അത് ഈ പറഞ്ഞ മാതിരി ദിലീപ് അല്ലെങ്കിൽ കുഞ്ചക്ക അനിയാട്ട് ഇടയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്റെ വീട്ടിൽ നിർത്തിയിട്ട് ഒരു ദിവസം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അനിയാട്ട വരുന്നത്തെ സമയത്ത് കണ്ടില് ചില പ്രാന്ത് ഇളകരിക്കും. അനിയാട്ടെ കണ്ടില് അനിയാട്ടിനെ കാണാൻ ഒരു നിമിഷം ഇരിക്കില്ല, അത്ര ഉള്ളു. അത് സ്നേഹ കൂടുതലുകൊണ്ടല്ലേ. ഞാൻ കുറച്ച് സമയം വന്നുട്ടോ എനിക്ക് അതൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വരാൻ. എന്താ വെച്ചാൽ ചെറിയ ഭാഷ ഈ ഒരു ചോദ്യം എന്നോട് ആരും ചോദിച്ചില്ലല്ലോ ഈശ്വര. ഇനി അടുത്ത ക്വസ്റ്റ്യൻസിൽ ആരെങ്കിലും ഒന്ന് ചോദിക്കണേ, അമ്മ അച്ഛന് കല്യാണം അയച്ചിടുമ്പോ അച്ഛന് ആ നല്ല കുശുമ്പുള്ള ഒരാളുണ്ട്. അതായത് എനിക്ക് പറയാലോ, എനിക്ക് ഞാൻ ഓപ്പണായിട്ട് പറയും, കാണാൻ നല്ല ഭംഗി. ഇപ്പോഴും ഭംഗിക്ക് എൻ്റെ മനസ്സിലിരിക്കണം. അന്നൊന്നും ഭംഗിയുണ്ട്. അന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള പെൺകുട്ടി. അപ്പൊ എനിക്കൊരു വലിയ ഇതൊന്നും ഇല്ലല്ലോ. ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അച്ഛനും മോളാണോ എന്ന് ഇപ്പൊ ഇപ്പോഴും ചോദിക്കണ്ട. ഞാൻ കേൾക്കാൻ തയ്യാറാണ്. ഇപ്പൊ അടുത്തന്നെ ഒരു ദിവസം ഞാൻ കേട്ടുവിട്ടാ വാടാനപ്പള്ളിന്ന് ഒരു പാർട്ടി വന്നിട്ടായിരുന്നു, സ്ഥലമൊക്കെ വന്നിട്ടായിരുന്നു. ആ ഒരു ഉമ്മ ചോദിച്ചതാണ്. ഉമ്മ എന്ന് പറയാനുള്ള പ്രായമില്ല, നമ്മളെ ബഹുമാനോട് പറഞ്ഞാണ് ആ സ്ഥലം നോക്കാൻ കുട്ടിയുടെ ഉമ്മയും ഉപ്പനാണ് കേട്ടാ. ഇതിനാണ് പ്രേമെന്ന് പറയുന്നത്. അവര് വന്നിട്ട് ചോദിച്ചു, അതായത് ഞാന് തലമുടിയൊക്കെ നരച്ച് മീശയൊക്കെ നരച്ച് ഞാൻ ഡയ്യൊന്നൊക്കെ അടിക്കാണ്ട് നടക്കുന്ന ഒരു കർഷകന്റെ വീട്ടിലേക്കാണല്ലോ കടന്നു വരുന്നത്. അപ്പൊ ഇവിടെ ഉണ്ണി എന്ന് പറഞ്ഞാൽ കുളിച്ച് അവർക്ക് വെച്ച് തലയിലും ചെറിയ തോർത്തൊക്കെ കെട്ടി തോർത്ത് കെട്ടിട്ട് കെട്ടി നടന്നാൽ തന്നെ അതൊരു ഭയങ്കര എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാണ്. ഈ അങ്ങനെ തലയിൽ കുളി കഴിഞ്ഞൊരു തോർത്ത് കെട്ടിയ ആ ആളെന്നെ കാണാൻ, ഉണ്ണീനൊക്കെ ഇപ്പൊ കാണണ്ട്, വേറെ ആരും കാണണ്ട, നല്ലൊരു സുന്ദരിയാണ്. ഞാൻ വേറെ ആരും നോക്കിയതല്ല, ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ പറയണില്ല. അതിപ്പോ ഞാൻ എന്റെ കണ്ണിന് മുന്നേ കുരുന്നില്ലല്ലോ. അപ്പൊ അതായത് അവര് ചോദിച്ചാണ്. ഞാൻ ആദ്യം പോയി. അപ്പൊ എന്റെ പിന്നാലെ ഉണ്ണി വന്നപ്പോ ചോദിച്ചു, മോളാവൂലേ? കേട്ടപ്പോ ഉണ്ണിക്കേണ്ട ഒരു കുളിര് പറഞ്ഞിട്ട് എന്റെ തലയിൽ ഇടിവെട്ട് പറ്റിയ വരിക. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത്
പറഞ്ഞിട്ട് അല്ല ഞാൻ ചെറിയ ആളെ കിട്ടിയോണ്ടുള്ള ചെറിയ ആളെ പ്രായമുള്ള ആളെ കിട്ടിയോണ്ടാണോ ഞാൻ ഹാപ്പി ആയിട്ട് നടക്കുന്നത് അങ്ങനെ ചോദിച്ചാൽ അറിയില്ല. എനിക്ക് ഉണ്ണിന്ന് വെച്ച ജീവനാണ്. ഇപ്പൊ ദൈവത്തിനെ സ്നേഹിക്കണം ആരും. ഞങ്ങൾക്കിപ്പോ ഒരു അസുഖം പേടി എന്താ വെച്ചാൽ ഞങ്ങള് ഇപ്പോഴും നിമിഷം വരെ കടും ബാധ്യതകളും ഇഷ്ടം പോലെയുള്ള ഒരാൾക്കാരെ ഇപ്പൊ ഇന്ന് പറഞ്ഞൊരു കുട്ടി പറഞ്ഞു തള്ള മോളെ കെട്ടിച്ചോണ്ടൊക്കെ തള്ളയുടെ കയ്യിൽ പൂത്ത കാശാണ്. മോളെ ആ പൂത്തതൊന്നും പൊടി തട്ടാൻ കൂടെ വരുമോ? വേറെ ഒന്നുമില്ല, അതൊന്നും ഉടക്കിയെടുക്കുന്നുണ്ട്. അങ്ങനെ ചോദിച്ചതാണ് പറഞ്ഞു വന്നത്. ഇപ്പൊ എന്താ വെച്ചിങ്ങനെ സ്വഭാവം എങ്ങനെയായിരുന്നു? നല്ല കുട്ടിക്കുറുമ്പുണ്ടായിരുന്നു. എനിക്ക് അതാ പറയണ ഉണ്ണീനെ നല്ല ഭംഗിയായിപ്പോ എനിക്ക് തന്നെ നല്ല കുശുമ്പായി. എന്താ വെച്ചിങ്ങ എനിക്ക് പറ്റിയ അല്ല ഉണ്ണിക്ക് പറ്റിയ ചെക്കനല്ലല്ലോ ഞാൻ. എനിക്ക് തന്നെ സ്വന്തമായിട്ടൊരു ഈഗോ തോന്നും. അപ്പൊ ഞാൻ കൊറേ ചെറുതായിട്ടൊക്കെ ഞാൻ തല്ലുണ്ടാക്കൂട്ടില്ല എന്ന് പറയും. എന്ത് പറഞ്ഞാ എത്ര തല്ലുണ്ടാക്കിയാലും ഞങ്ങൾക്ക് അടക്ക് പിരിഞ്ഞിരിക്കാനോ ഒരു നിമിഷം കാണാണ്ടിരിക്കാനോ ഇതുവരെ തോന്നിയില്ല. ഇതുവരെ പ്രാവശ്യം പിണങ്ങിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ ഉണ്ടാക്കിയവരെന്നൊക്കെ ചോദിച്ചിട്ടോ കല്യാണം കഴിഞ്ഞിരിക്കുന്നു കുറച്ചൊക്കെ ആയിപ്പോ. ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ നിൽക്കില്ല, എനിക്ക് പിണങ്ങി ഞാൻ എൻ്റെ വീട്ടിലുണ്ടാക്കിയത്. ഓർഷയിൽ ഞങ്ങൾ അവിടെ കൂടെ ഒരുമിച്ച് പോയി ആക്കി കൊടുത്തിട്ടേ ഞാൻ പോവാട്ടാന്ന് ആദ്യം ഓട്ടോറിക്ഷയിൽ തിരിച്ചു മൂപ്പര് കയറിയിരുന്നു. അപ്പൊ ആർക്കാ നഷ്ടം? ഓട്ടോറിക്ഷയുടെ കാശ് അന്ന് എത്ര ഒരു 120 ഉറുപ്പ്യൊക്കെ വരണ്ട കേട്ടാ. അല്ലേ 120 ഉറുപ്പ്യൊക്കെ ഉണ്ട് തോന്നുന്നു. അതല്ല അതിനേട്ടേ ഞാൻ പോവാട്ടാന്ന് പറഞ്ഞു. ഞാൻ ഇറങ്ങി വീട്ടിൽ പോയി അവരെയൊന്നും ചായ കുടിക്കാണ്ട് പോരാൻ പറ്റില്ലല്ലോ. ഇനിയിപ്പൊ വീട്ടിലേക്ക് ഇപ്പോൾ ചെല്ലുന്നില്ല. അപ്പൊ ചായ കുടിച്ചു. അപ്പൊ ചായ കുടിച്ചിട്ട് അവിടെ ചെന്ന് ഇരുന്നപ്പോ പറഞ്ഞു എന്താ ശേഷം ഒന്നുമില്ല. അവരോട് പറഞ്ഞിട്ട് വന്നിട്ടില്ലോ. എന്താ വെച്ചാൽ നമ്മള് പിണക്കം കാണിക്കുന്നില്ല. എന്നോട് പറഞ്ഞു. അതായത് വീണ്ടും സ്റ്റെപ്പും ഓർഷയ്ക്ക് കൈ ഇങ്ങനെ ഞാൻ പൂവാട്ടാറാശിന്റെ വീട്ടിൽ പോവാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാവും. അത് അത്ര കാര്യമൊക്കെ ഇല്ല. അതേപോലെ കൊറേ പൊന്നും കുഞ്ഞനൊക്കെ ഉണ്ടെങ്കിൽ കുണക്കനൊക്കെ ഉണ്ടാകുന്ന മുന്നേ പോയിക്കൊരു അതിനിടെ ഗൾഫ് എന്ന് പറഞ്ഞ 7-8 വർഷം മുന്നേ ഒരു ചെറിയ പിണങ്ങ് ഞാൻ പണിയപ്പോൾ അപ്പനെ ഞാൻ വിളിച്ചു, ഓമനമ്മ വായോ ഞാൻ എൻ്റെ കൂടെ നിൽക്കില്ല, എന്നെ ഓമനമ്മീന് കൊണ്ടുപോയി, ഞാൻ ഇവിടെ നിൽക്കില്ല. അപ്പോൾ ആ ഓമനമ്മീൻ സെന്തും കൂടിയിട്ട് വണ്ടിയെ കൊണ്ടുവന്നു. എന്നാൽ ഒരു കാറുണ്ട്, അപ്പോൾ കാറൊക്കെ കൊണ്ടുവന്നു. എന്നിട്ട് കാറൊക്കെ കൊണ്ടുവന്ന് ഞാൻ അതിൽ കയറി വെച്ചിരുന്നു. കുറേ നേരം ബസ് സ്റ്റോപ്പിലിരുന്നു വഴി റോട്ടിൽ. മനുഷ്യനെ വിളിക്കാൻ കുരങ്ങ് വിളിക്കില്ല, പൊന്നിന് കുഞ്ഞിനോടാക്കി അതിനോടാക്കി ഞാൻ പോയി. അത് കഴിഞ്ഞ് ഞാൻ ഇത് ഓമനമ്മയുടെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്നിട്ട് ഞാൻ ചെന്ന് എൻ്റെ അളിയൻ്റെ അടുത്ത് കൊണ്ടുപോയി. അങ്ങനെ കുറച്ച് നഷ്ടങ്ങളൊക്കെ വരുത്താറുണ്ട്. ഒരു മണിക്കൂറാണെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് എത്തി. അതാണ് ഞങ്ങളുടെ പഴക്കം. ദൈവം സഹായിച്ച് അങ്ങനെ പെട്ടി പാക്ക് ചെയ്യാറില്ല, പോവാറില്ല. ഇപ്പൊ കൊറേ കൊല്ലായിട്ട് നമ്മുടെ ഹോട്ടലൊക്കെ പൊട്ടിയതിനു ശേഷം അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അതല്ല തീരെ അങ്ങനെ പെട്ടി പാക്ക് ചെയ്ത് തോന്നാറില്ല അല്ലേ? എന്തുണ്ടായി എന്നാലും അതിന്റെ ഇടയിൽ എപ്പോഴോ യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം നമ്മൾ പഴങ്ങിയിട്ടുണ്ട്. അത് 2-3 ദിവസം ഉണ്ടാണ്ട് നല്ല അത് എന്തിനാ രസം എന്നല്ല. അന്നേരം വണ്ടി ഒരു പ്രമോഷൻ വന്നു. അപ്പം എന്നേട്ടാ അനിയൻ്റെ വണ്ടിയുടെ അതൊന്ന് ഓടിക്കുക വെച്ചു. ഇല്ലാന്ന് എനിക്കവിടെ ദേഷ്യം വന്നു. ഇത്രയും വണ്ടി ഓടിക്കുന്ന ഡ്രൈവർക്ക് നിങ്ങൾക്ക് ഇവിടെ വണ്ടി ഓടിക്കാൻ വയ്യാറാണ്, അതിന് തന്നെ ഇടയ്ക്കാറൊന്നും കേട്ടോ. പിന്നെ അങ്ങനെ ഹെവി ആയിട്ടൊരു തല്ലൂട്ട് നമ്മുടെ ലൈഫിൽ അന്ന് ലാസ്റ്റാണ് ഒരു ഹെവി തല്ലൂട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഉണ്ടായിട്ടില്ല. തല്ലൂട്ടം പറഞ്ഞോണ്ടുമായിട്ട് വന്നിട്ട് ഞങ്ങൾ തല്ലൂട്ടാൻ ഞങ്ങൾക്ക് തന്നെ ചെറിയ കുറച്ച് കാര്യം വെച്ചിട്ട് കഴിഞ്ഞിട്ടില്ല. അത് തട്ടി കളിക്കരുത്. നിക്ക് ഇവര് കുറുമ്പ് ഇവർക്ക് വേറെ ഒന്നല്ലാണ്ട് ഞാൻ അത്യാവശ്യം ചെയ്യുന്നത്. മഴ നിന്നു നമുക്ക് റൂം പോയില്ല. അപ്പൊ ഇവര് ടി വി കാണാനാണോ? അതൊന്നല്ല എന്താ പറയുന്നത്. ടി വി കാണാണ്ട് ഞാൻ റൂം വീട്ടിൽ തൽക്കാലം. എനിക്ക് നിങ്ങളുടെ ഫാമിലിയെ വലിയ ഇഷ്ടമാണ്. അമ്മയുടെ കുക്കിംഗ് വീഡിയോ ആണ് കൂടുതൽ ഇഷ്ടം. അല്ല ഞാൻ ഒരു കാര്യം ഇഷ്ടം. നിങ്ങളിൽ ഒരാൾ കുറഞ്ഞപ്പോ വലിയ സങ്കടമായി. കുഞ്ഞിനെ കാണാൻ ഇപ്പൊ അവരുടെ ചാനലിൽ പോയി കാണും.
എത്രമാത്രം സ്നേഹിച്ചത് അച്ഛനും അമ്മയും മക്കളെ വളർത്തുന്നത്. കുഞ്ഞ് കാണിച്ചത് പൊന്നു കാണിച്ച അത്ര മോശമായിട്ട് എനിക്ക് തോന്നിയില്ല. അവൾക്കൊന്ന് വിളിച്ചുകൂടെ അമ്മ എല്ലാ പ്രശ്നങ്ങളും അതോടെ തീരില്ലേ? നിങ്ങളുടെ ഒരുമിച്ച് കാണാനുള്ള കൊതി കൊണ്ട് പറയുന്നത് എന്താ അമ്മയുടെ അഭിപ്രായം? ആദ്യത്തെ മിനിറ്റ് പറഞ്ഞോ. അല്ല, ഞാനേ അമ്മയുടെ കുക്കിംഗ് എല്ലാം കാണാൻ ഭംഗിയ പറയണല്ലോ. ഇത് അമ്മ ഇട്ടിട്ട് ഈ ചട്ട കെട്ടിട്ട് ഇങ്ങനെ ഇളക്കണല്ലോ മക്കളെ മുക്കാ ഭാഗം ഞാനാ വണ്ടിക്കുന്നത്. ഇതെന്താ നിങ്ങൾ കാണാത്തത്? അതിക്ക് നല്ല വിഷമമുണ്ട് കേട്ടാ. കുക്കിംഗ് എന്ന് പറഞ്ഞ കൈ എന്ത് പൊടി ഇട്ടാലും വരില്ല. ആ പൊടി ഞാൻ ഇട്ടിട്ട് ഇളക്കാട്ടെ. അമ്മേനെ തന്നെ എല്ലാവരും തല വെച്ച് ഇളക്കാണോ ഈ അച്ഛപ്പാവും? പൊന്നു കാണിച്ചതിൽ അത്ര മോശമായില്ല എന്ന് പറഞ്ഞതിനുള്ളൊരു മറുപടി ഞാൻ മറ്റുള്ളവരെടുക്കില്ല. ഇപ്പം പൊന്നിൻ്റെ പറഞ്ഞു. പൊന്നു എന്ന് പറഞ്ഞ വ്യക്തി ഇപ്പം പൊന്നു പറഞ്ഞു എനിക്കിന്ന് വേറൊരാളുടെ ഇഷ്ടമാണ്. അപ്പോൾ ആളുടെ കൂടെ ജീവിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ആളുടെ കൂടെ പോയി. ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ പോയി. അത് ഞങ്ങൾ കല്യാണം അയച്ചില്ല എന്നുള്ളതുകൊണ്ട് അവൾ ആളുടെ കൂടെ പോയി. അപ്പോൾ അതൊരു ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കഴിച്ചു തരില്ല എന്ന് ആരോടും പറഞ്ഞിട്ടില്ല. നാളത്തെ ഒരു ദിവസം ഞങ്ങൾ ബുക്ക് ചെയ്ത് കാത്തിരുന്ന ദിവസമാണ് കഴിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് പോയത്. ഞങ്ങൾക്ക് കൂടുതലും തെറ്റായിട്ട് തോന്നിയത് ഇതിനോടാണ്. പലരും പല അഭിപ്രായക്കാരാണ്. അതായത് കല്യാണം കഴിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. കുഞ്ഞിനോടും പറഞ്ഞിട്ടില്ല, കുഞ്ഞിനെ കല്യാണം കഴിച്ച ആരോടും പറഞ്ഞിട്ടില്ല, കുഞ്ഞിനെ കല്യാണം കഴിച്ച ആളുടെ അമ്മോടും പറഞ്ഞിട്ടില്ല, ആരോടും പറഞ്ഞിട്ടില്ല. എത്രയും പെട്ടെന്ന് കഴിച്ചു തരാൻ അപ്പൊ അവർക്ക് പറ്റില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ ബാക്കി നമ്മൾ പറയണില്ല. എന്താ നാളത്തെ ഒരു ദിവസത്തെ ഒരു ചെറിയ ടെൻഷനും തലവേദനയൊക്കെ ആയിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ ഇത് ഇനി കൂടുതൽ ഇറിറ്റേഷൻ ആക്കലില്ല. അപ്പൊ അതങ്ങനെ പോട്ടെ, വന്ന വഴിക്ക് പോട്ടെ.